ഹായ്, ഡിസൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോണത് അലൂമിനിയത്തിൽ സ്ലൈഡിങ് വാർഡ്രോബ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. നമ്മളതിനെ ഫ്രെയിമായിട്ട് യൂസ് ചെയ്യുന്നത് നാലിക്കൊന്നാണ്. നമുക്ക് പ്ലൈവുഡിലും മൾട്ടിവുഡിലൊക്കെ ചെയ്യാനായിട്ടും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അലൂമിനിയത്തിൽ സ്ലൈഡിങ് വാർഡ്രോബ് ചെയ്യാം. അതിനെക്കുറിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഷട്ടറായിട്ട് യൂസ് ചെയ്യുന്നത് 1.5 വെച്ചിട്ടാണ് ഷട്ടർ യൂസ് ചെയ്യുക. പല ആളുകളും ഗൾഫ് സെക്ഷൻ വെച്ചുകൊണ്ട് ചെയ്യലുണ്ട്. അതിലല്ല, അപ്പോൾ നമ്മൾ 1.5 വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുഴുവൻ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അറിയുന്നവർ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, നമ്മളത് ഫ്രണ്ട് മാത്രം ഇപ്പം ഉണ്ടാക്കണം കേട്ടോ. കാരണം അവിടെ 7-7 ആൾമാർ കുറച്ച് വലിയ വാൾഡ്രോപ്പ് ആയതുകൊണ്ട് ഡോറിൻ്റെ ഉള്ളിൽ കൂടെ കയറാത്ത വിഷയം കൊണ്ട് ഫ്രണ്ട് മാത്രം നമ്മൾ ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് ഉണ്ടാക്കിയിട്ട് 4 ഫ്രെയിം ഇത് മൊത്തത്തിൽ കൂട്ടി വെച്ചതാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഫിറ്റിങ് യൂസ് ചെയ്ത ഹാഫിലാണ് കമ്പനിൻ്റെ ഫിറ്റിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബോട്ടത്തിൽ വെക്കുന്ന ചാനൽ കേട്ടോ. ഇത് പിന്നെ ടോപ്പിൽ വെക്കുന്ന ചാനലാണിത്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അതിൻ്റെ തിക്നെസ്സിൽ ലേശം വ്യത്യാസമുണ്ട്. തിക്നെസ് കൂടിയതാണ് ടോപ്പിൽ വെക്കുന്നത്, തിക്നെസ് കുറഞ്ഞത് അടിയിൽ വെക്കുന്നതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ സോഫ്റ്റ് ക്ലോസ് കേട്ടോ. സോഫ്റ്റ് ക്ലോസ് വർക്ക് ചെയ്യുന്ന ഇതിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ടോപ്പിൽ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം ഈ ചാനലിൻ്റെ ഇതിൻ്റെ ഗ്യാപ്പിൽ ഇട്ടിട്ട് വേണം വെക്കാൻ കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇതാണ് സോഫ്റ്റ് ക്ലോസ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, രണ്ട് ഭാഗത്തും 4 ഉണ്ടാവും ടോട്ടൽ. 2 ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ളിൽ കയറ്റി വെച്ചതിന് ശേഷം ഒരു 3.5 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ എന്ത് വേണം, ഇത് വെക്കാം. ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു അല്ലെങ്കിൽ പോലത്തെ കീ ഉണ്ടാവും. അതെന്ത് ചെയ്യുക, ചെറുങ്ങനെ ടൈറ്റാക്കി വെക്കാം. പിന്നെ നമുക്ക് അവിടെ ബാക്കി എന്ത് ചെയ്യുക, അവിടെ പോയതിന് ശേഷം എന്ത് ചെയ്താൽ മതി, കറക്റ്റ് സോഫ്റ്റ് കോഴ്സ് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിക്കാണ്ട് വെച്ചിക്കാണ്ട് ഫുള്ളായി ടൈറ്റാക്കിയാൽ മതി. അപ്പോൾ ഫ്രെയിം കൂട്ടി കഴിഞ്ഞിട്ടോ, ഫ്രെയിം കൂട്ടി നമുക്ക് ചാനൽ പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. വടിയിലും പൊട്ടത്തിലും കറക്റ്റ് അളവ് എടുത്തുകൊണ്ട് ക്രോസ് അളവ് കറക്റ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, 2 ചാനലും കട്ട് ചെയ്തിട്ട് നമ്മളിത് പിടിപ്പിക്കുക. അപ്പോൾ പിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഫ്രണ്ട് ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് വെച്ചിട്ട് വേണം ഈ ചാനൽ പിടിപ്പിക്കാനുണ്ടോ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ 4 ഉള്ളിൽ വുഡ് കയറ്റണം കേട്ടോ. അത് തേക്കിൻ്റെ വുഡാണെങ്കിൽ ഏറ്റവും നല്ല വുഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ കയറ്റിയിടണം. കാരണം നമ്മൾ വെയിറ്റ് വരാനുള്ളത്, അതിന് മുകളിൽ വെയിറ്റ് വരുമ്പോൾ അലുമിനിയം ചതഞ്ഞു പോകരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് വേണം, വുഡ് നമ്മൾ കയറ്റിയിട്ട് ടൈറ്റ് ആക്കിയിട്ട് വേണം വെക്കാൻ കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ ഷട്ടർ കട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഷട്ടർ കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഫ്രെയിമിൻ്റെ ഉള്ളളവ് എടുത്തിട്ട് അതിൽ നിന്ന് 28 മില്ലി കുറച്ചിട്ട് എന്ത് ചെയ്യുക, 1.5 കട്ട് ചെയ്യുക. അത് സ്ട്രൈറ്റ് തന്നെ കട്ട് ചെയ്താൽ മതി. നമുക്ക് ഡിഗ്രി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ട്രൈറ്റ് തന്നെ കട്ട് ചെയ്യണം. ഡിഗ്രി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ആ രീതിയിലാണ് പിടിപ്പിക്കാനുള്ളത്. അത് നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, ഞാൻ 28 മില്ലിൻ്റെ കാര്യം പറഞ്ഞത് ഹാഫിലാൻ്റെ ഫിറ്റിങ്സ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഓരോ കമ്പനിക്ക് ഓരോരോ അളവായിരിക്കും, പല മാറ്റങ്ങളുണ്ടാവും. ഇത് ഹാഫിലാറിൻ്റെ കമ്പനീൻ്റെ സാധനമാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ 28 മില്ലി കുറച്ചിട്ടുള്ള അളവാണ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തത്. പിന്നെ അടുത്ത് നമ്മൾ ക്രോസ് അളവാണ് എടുക്കുന്നത്. അപ്പോൾ എടുക്കേണ്ടത് നമ്മൾ ഉള്ളളവ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിനെ പകുതി ആക്കിയതിന് ശേഷം 28 മില്ലി കൂട്ടട്ടോ. 28 മില്ലി കൂട്ടുക എന്ന് പറയുകയാണെങ്കിൽ 28 മില്ലി ടോട്ടൽ അളവാണ് നമുക്ക് വേണ്ടത്. 28 മില്ലി അലൂമിനിയത്തിൻ്റെ അളവ് വേണം. പിന്നെ നമ്മൾ ഷീറ്റ് മടക്കി വെക്കുമ്പോൾ അതിൻ്റെ അളവ് വേറെ വരും. അത് നമുക്ക് നോക്കണം. നമ്മൾ 28 മില്ലി കൂട്ടിയിട്ട് അതെന്ത് ചെയ്യുക, അലൂമിനിയത്തിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ അലൂമിനിയത്തിൽ ക്രോസ് അളവ് കട്ട് ചെയ്യേണ്ട അളവല്ല കേട്ടോ, സ്ട്രൈറ്റ് തന്നെയാണ് രണ്ടും കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹൈറ്റ് പീസ് വെക്കുക 1 ഇഞ്ച് കാഴ്ചയിലും, ക്രോസ് പീസ് വെക്കേണ്ടത് 1.5 ഇഞ്ച് കാഴ്ചയിലാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ വെക്കേണ്ടത് 1.5 ഇഞ്ച് വെക്കുമ്പോൾ അങ്ങനെയാണ് അത് വെക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, വുഡ് ഇട്ടതിന് ശേഷം എന്താ ചെയ്യുക, ഫുൾ ലെങ്ത്തിൽ വുഡില്ല പുറമെ ഹെവി അലൂമിനിയം തന്നെ നമ്മൾ വെക്കട്ടോ. കനം കുറഞ്ഞ അലൂമിനിയം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിന് യൂസ് ചെയ്യരുത്. ഹെവി അലൂമിനിയം തന്നെ നമ്മൾ യൂസ് ചെയ്യുക. അതിൻ്റെ പുറമെ അതിൽ വുഡുംപാട് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഫുൾ ലെങ്ത്തിൽ വുഡുംപാട് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നല്ല വെയിറ്റ് കിട്ടും ചെയ്യും. ആ സാധനം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാതാവില്ല. പിന്നെ നമ്മൾ ബാക്കത്തെ ഷട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് 1.5 ഇഞ്ച്, എൻ്റെ 1.5 എടുത്തിട്ടുണ്ട്. 1.5 1 ഇഞ്ച് കാഴ്ച ഹൈറ്റും വെക്കുക. ക്രോസ് പീസിൽ ഇതുപോലെ വെക്കുക. നമ്മൾ 3 ഇഞ്ച് കാഴ്ച എന്ത് ചെയ്യുക, 3 കര എടുക്കേണ്ടത്. അര ഇഞ്ചേ പറ്റുള്ളൂ, 3 കര പറ്റുള്ളൂ നമ്മൾ കേട്ടോ. കാരണം ബാക്കത്തെ ഷട്ടർ ആ രീതിയിൽ വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ വെക്കുക. അത് നമ്മൾ വെക്കുമ്പോൾ അതിനുള്ള വുഡ് ഇടുക. ഓക്കെ,
ഇതിപ്പോൾ ഫ്രെയിം കൂട്ടിയതാണ് കേട്ടോ. അതിൻ്റെ ഷട്ടർ കൂട്ടിയതാണ്. ഷട്ടർ നമ്മൾ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകം പറഞ്ഞല്ലോ, 1 ഇഞ്ച് ഹൈറ്റ് പീസ് 1.5 ഇഞ്ച് ക്രോസ് പീസിലും വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അങ്ങനെ കൂട്ടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ അതിൽ വീല് പിടിപ്പിക്കേണ്ട രീതി ആണ്. ബാക്ക് ഭാഗത്താണ് വീല് പിടിപ്പിക്കേണ്ടത്. വീല് പിടിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീലിടുന്ന ഭാഗത്തൊക്കെ വുഡ് ഇടുന്നത് നല്ലത് കേട്ടോ. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, വെയിറ്റ് നമുക്ക് വേണ്ടതുണ്ട്. പിന്നെ നമ്മൾ അതിൽ ചെയ്യേണ്ടത് എങ്ങനെ വെച്ചാൽ, ഈ സൈഡിൽ നിന്ന് 3.5 സെന്റ് വിട്ടിട്ട് വേണം നമ്മൾ വീല് വെക്കാൻ കേട്ടോ. ഇത് പിന്നെ ബാക്കിൽ വരുന്ന ഷട്ടറാണ് കേട്ടോ. ബാക്കിൽ വരുന്ന ഷട്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 നമ്മൾ അടിയിലും മുകളിൽ വെച്ചത്. അത് 1.5 ഈ കനം വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 3 നമ്മൾ വെച്ചത്. സെൻറ്റർ ഭാഗത്തൊക്കെ പിന്നെ 1.5 തന്നെ വെച്ചാലും മതി. 3.5 മറ്റേ 3 വെക്കണതിൻ്റെ കാരണം നമ്മൾ ആ ഒരു വീതി ഡിസ്റ്റൻസ് കണക്കായി കിട്ടാൻ വേണ്ടി കണ്ടിട്ട്, 2 ഷട്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 വെക്കുന്നത് കേട്ടോ. പിന്നെ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, നമ്മൾ 1.5 എന്തിനാണ് ഇങ്ങനെ 1 ഇഞ്ച് കാഴ്ചയാക്കി വെക്കണത് എന്നുള്ളത്. നമ്മൾ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വുഡും കൂടി ഇടുമ്പോൾ ഒന്നും കൂടി നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, സെൻറ്ററിലൊക്കെ നമ്മൾ സ്ലൈഡിങ് ഡോർ ആക്കുമ്പോൾ പ്രത്യേകിച്ച് സെൻറ്റർ അമർത്തി പിടിച്ചിട്ടും ചിലപ്പോൾ നീക്കാം. അപ്പോൾ അതിനെന്ത് ചെയ്യും, സെൻറ്റർ അമർത്തി പിടിച്ചാൽ ആ ഒരു സ്ട്രെങ്ത്തിൽ നിന്നോളൂ, അനങ്ങൂല, അത്ര സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ബാക്കത്തെ ഷട്ടറാണ് ഇട്ടത്. ബാക്കത്തെ ഷട്ടർ ഇട്ട് അപ്പോൾ എൻ്റെ 3 വെച്ച വീല് 3 ടോപ്പിലും അടിയിലും വെച്ച ഷട്ടറാണ് നമ്മൾ ബാക്കിൽ ഇടേണ്ടത്. പിന്നെ മുന്നിൽ മറ്റേത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ അടിയിലും മുകളിലും എന്ത് ചെയ്യുക, ഈ വീല് പ്രസ് ചെയ്തിക്കാണ്ട് ഒരു ബട്ടൺ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഷട്ടർ കയറ്റിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യുക, പ്രസ് ബട്ടൺ എല്ലാം നീക്കി കൊടുത്താൽ ആ വീല് അതിനുള്ളിൽ കൊടുക്കും. ഓക്കെ. ഇതിപ്പോൾ ഷട്ടർ കൂട്ടിക്കഴിഞ്ഞ് നമ്മൾ ബാക്കിൽ ഷീറ്റ് അടിച്ചതാണ് കേട്ടോ. ബാക്കിൽ അതിൻ്റെ ഉള്ളളവ് 1.5 ഉള്ളിലെടുത്തിക്കാണ്ട് കറക്റ്റ് അളവ് എടുത്തിക്കാണ്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഷീറ്റ് അടിച്ചിക്കാണ്ട് വെക്കുക. നമ്മൾ വെക്കേണ്ട ആവശ്യം ചിലർക്കായിരിക്കും എന്തിനാണ് വെക്കണമെന്ന്. ഇപ്പോൾ വെക്കണതിൻ്റെ കാഴ്ച ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താ വെച്ചാൽ, അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കിട്ടണം. ഡോറിന് മാക്സിമം വെയിറ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ സോഫ്റ്റ് ക്ലോസിൻ്റെ ഉള്ളിൽ നമുക്ക് കുടുങ്ങി കിട്ടുള്ളൂ. കറക്റ്റ് സ്മൂത്തായിട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഡോറിന് വെയിറ്റ് വേണം. നമ്മൾ ഷട്ടറിൻ്റെ ഫ്രണ്ട് ഷീറ്റ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടത് എന്താണ്, 2 സൈഡിലുള്ള ഈ 1.5 ഇഞ്ചിൻ്റെ അളവ് എടുക്കുക. 1.5ഉം ചിലത് 1.5 ഉണ്ടാവില്ല. ഇപ്പോൾ 1.3 ഉണ്ടാവുള്ളൂ ചില ഇത്. അപ്പോൾ 1.3 ആണെങ്കിൽ അതും, പിന്നെ അതേമാതിരി ഫ്രണ്ട് അളവും കൂട്ടിക്കാണ്ട് അതിലേക്ക് ഈ 1.5 ആണെങ്കിൽ 1.5 3 ഇഞ്ചും ടോട്ടൽ ക്രോസ് അളവ് 40 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 43 ഇഞ്ചും അതിലേക്ക് 1/2 ഇഞ്ചും പാടെ കൂട്ടിയിട്ട് എന്ത് വേണം, നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യാൻ കേട്ടോ. ഷീറ്റ് കട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിനെന്ത് ചെയ്യുക, റൂട്ടർ അടിച്ചിക്കാണ്ട് ചെയ്യാണ് വേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം മറ്റേ ട്രിമ്മർ അടിക്കുമ്പോൾ നമ്മൾ എന്താണോ 1.5 ഇഞ്ചിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ചാണ് മറ്റേ ഫ്രെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചും 5 നൂലും നമ്മൾ ട്രിമ്മർ മെഷീനിൽ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രിമ്മർ അടിക്കാൻ കേട്ടോ. നമ്മൾ ഷീറ്റൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയിൽ ഒട്ടിച്ച് സെറ്റാക്കിക്കണം കേട്ടോ. 2 ഷട്ടറും ഒട്ടിച്ച് വൃത്തിയാക്കണേ. നമുക്ക് വേണ്ടി ഇതിൻ്റെ ലോക്ക് അടിക്കണം കേട്ടോ. 2 സൈഡിൽ ഹാൻഡിൽ നമ്മൾ അടിച്ച് കഴിഞ്ഞിരിക്കണം. നമ്മൾ സെൻറ്ററിൽ ലോക്ക് അടിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ സെൻറ്ററിൽ ലോക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, സെൻറ്ററിൽ 2 ഭാഗത്തേക്ക് മുട്ടിച്ച് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, സെൻറ്ററിൽ അടയാളപ്പെടുത്തുക. സെൻറ്ററിൽ അടയാളപ്പെടുത്തിയിട്ട് സൈഡിലേക്ക് നീക്കിയിട്ട് നമ്മൾ എന്ത് വേണം, അതിൻ്റെ അളവ് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്കുക. ബാക്കിലത്തെ ഷട്ടറിൽ എത്ര ഡിസ്റ്റൻസ് വന്നിരിക്കണം നോക്കുക. എന്നിട്ട് ആ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് ഷട്ടറിൽ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ അടിച്ചിട്ട് ആ കറക്റ്റ് ആ സെൻറ്റർ വരുന്ന രീതിയിൽ ഹോൾ അടിക്കും. അപ്പോൾ ഇത് കാണുന്നുണ്ട് ലോക്ക്. ഈ രീതിയിലാണ് ലോക്ക് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ബാക്ക് ഭാഗത്താണ് വരിക. ബാക്ക് ഭാഗത്ത് ഈ രീതിയിലാണ് വെക്കുക. അപ്പോൾ ആ കറക്റ്റ് നമ്മൾ അടയാളപ്പെടുത്തി കറക്റ്റ് ഇതിൻ്റെ ആ ഹോൾ അടിച്ചിട്ട് നമ്മളിത് വെച്ചതിന് ശേഷം ആ ഒരു അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു കട്ടിങ്, ആ ബാക്കത്തെ പ്ലേറ്റ് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം മുഴുവനായിട്ട് നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട്
ഇതാണ് ബാക്ക് പോകാൻ കറക്റ്റ് കട്ട് ചെയ്ത് ഇറക്കി വെക്കുന്നത്. ഇതാണ് നമ്മൾ 28 മില്ലി ഡിസ്റ്റൻസ് ഇടണമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ക്രോസ് ഡിസ്റ്റൻസ് ഇടണമെന്ന് പറഞ്ഞത് ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 1.5 ഫ്രെയിമിൻ്റെ ഹൈറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കട്ടിങ് ഇടേണ്ടി വരും. കട്ടിങ് ഇടാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മളൊരു ക്രോസിൽ ഡിസ്റ്റൻസ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതപ്പോൾ നമ്മൾ വാൾഡ്രോപ്പ് സെറ്റ് ചെയ്തിരിക്കണ്. അപ്പോൾ വാൾഡ്രോപ്പ് ഫുള്ള് സെറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോ ആണ് ഇത്. അപ്പോൾ 2 സൈഡിലേക്ക് അടിച്ചെടുക്കണം. ഈ ഗ്യാപ്പ് കണ്ട് ഡിസ്റ്റൻസ് നമ്മൾ ആകെ ഒരു 1.5 ഗ്യാപ്പ് 2 ഷട്ടർ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്തത്. അത് കറക്റ്റ് ലോക്ക് വീണ് കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് ആ സെൻറ്ററിൽ അടിച്ചാൽ തന്നെ കറക്റ്റ് കിട്ടും നമുക്ക് ലോക്ക്. ഓക്കെ, വേറെ വലിയ റിസ്കുകളൊന്നും ഇല്ല ഇതിൽ ചെയ്യാൻ. ഓക്കെ, ഇതാണ് പോലെ നമ്മൾ വാൾഡ്രോപ്പിൻ്റെ പണി പൂർത്തിയാക്കണം. അപ്പോൾ ഇതിൻ്റെ ഫുള്ളുള്ള റൂമിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ എന്ത് ചെയ്തിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി എല്ലാവരും കാണും. ഓക്കെ.